ഹായ് ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിൽ നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കിയല്ലോ. ഞാനൊരു പാത്രം എടുത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് പൊട്ടിക്കും. കടുകൊന്ന് പൊട്ടി വരുന്ന ടൈമിൽ ഞാൻ കുറച്ച് പെരുംജീരകം ചേർക്കും. പെരുംജീരകം മൂത്തതിന് ശേഷം ഞാൻ കുറച്ച് ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഇതൊക്കെ ചേർക്കും. അതൊന്ന് മൂത്തതിന് ശേഷം ഞാൻ അതിലേക്ക് അടിച്ച് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളിയും കൂടി ചേർത്ത് 2 പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് വരട്ടിയെടുക്കും കേട്ടോ. അതിനുശേഷം ഞാൻ സവാളയും കൂടി ആഡ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടി ഈ ടൈമിൽ ഞാൻ ഇടും കേട്ടോ. ഉപ്പും കൂടി ഇട്ട് ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അതൊന്ന് വെന്ത് ഞാൻ 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. തക്കാളിയും കൂടി ഞാൻ അതിലോട്ട് ആഡ് ചെയ്യും. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഞാൻ ഒന്നും കൂടി മൂടി വെച്ച് വേവിക്കും. നല്ലവണ്ണം വരണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ കഴുകി വെച്ചേക്കുന്ന ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്യും. എന്നിട്ട് ചിക്കനിൽ മൊത്തവും ഈ പുരട്ടൊന്ന് പറ്റിക്കും കേട്ടോ. ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങും, അതിലാണ് ഞാൻ വേവിക്കുക. തൊട്ടപ്പുറത്തൊരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് പിന്നെ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഞാൻ മസാലാസൊക്കെ ചേർക്കും. ചിക്കൻ മസാല, കാശ്മീരി പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് ഇതിനെ മൂപ്പിച്ചെടുക്കും കേട്ടോ. നല്ലതുപോലെ മൂപ്പിച്ചെടുക്കും. തീ കുറച്ച് വെച്ച് വേണം മൂപ്പിക്കാൻ. അതിനുശേഷം ഞാൻ അതിനെ വെന്തുകൊണ്ടിരിക്കുന്ന ചിക്കനിലോട്ട് ആഡ് ചെയ്യും. എന്നിട്ട് ഞാൻ വീണ്ടും അടച്ച് വെച്ച് വേവിക്കും. ഉപ്പും കൂടി ചേർക്കും കേട്ടോ. ആ ടൈമിൽ കുറച്ച് ഉപ്പ് ഞാൻ ചേർക്കും, ബാക്കി ഞാൻ ലാസ്റ്റ് ഇടും. പിന്നെ ഞാൻ കുരുമുളകും ഗരം മസാലയും കൂടി ചേർത്ത് ഇതിനെ ഒന്ന് മൂടി വെച്ച് വേവിക്കും. കറിവേപ്പില ഈ ടൈമിൽ ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് ഇളക്കും. എന്നിട്ട് ഉപ്പും കൂടി ഇട്ട് അടച്ച് വെച്ച് വേവിക്കും. എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല